ശ്രീ എം ജയചന്ദ്രൻ അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും എടുത്ത് പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ വരും, ഞങ്ങൾ ഉണ്ടാക്കും. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, സമുദ്ര മിഷൻ അടക്കമുള്ള 4 വലിയ പ്രോജക്റ്റുകൾ, അത് കഴിഞ്ഞ് ഒരു അക്ഷരം ഉണ്ടിയിട്ടില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, താങ്കൾ പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കലുണ്ട്. അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞിരുന്നു ആ 10,000 കോടിയുടെ കാര്യം. അതും ദാ ഇന്ന് ചിൽ പോലെ പൊട്ടിക്കഴിഞ്ഞു. അല്ല സിജു, ഇതില് പിന്നെ റജിയുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് റജി സംസാരിക്കുന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്നാണ്. റജിക്ക് പിന്നെ KPCC ഫീഡർ ലൈൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കൈരളിയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ, ആങ്കർ, അവരെന്താണോ പറയുന്നത് അതിനെ കൗണ്ടർ ചെയ്യാനായി മുൻ ഗവൺമെന്റിനെ, പിണറായി സർക്കാരിനെ ബ്ലൈൻഡായിട്ട് എതിർക്കുക, പിണറായി സർക്കാരിനെ ബ്ലൈൻഡായിട്ട് നെഗേറ്റ് ചെയ്യുക, ഈ ഒരു ടാക്ടിക്കൽ ലൈൻ സ്വീകരിച്ചാൽ മതി എന്ന് റജിക്ക് കിട്ടിയ ഉപദേശമാണ് റജി ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും, എത്ര സീരിയസ് ആയിട്ടുള്ള വിമർശനം ഉന്നയിച്ചാലും ശരി, അതിന്റെ മറുപടി ആയിട്ട് വരുന്നത് മുൻ ഗവൺമെന്റ് കാണിച്ചു വെച്ചതിന്റെ കുഴപ്പമാണ്. അതെ, മുൻ ഗവൺമെന്റ് കുഴപ്പം കാണിച്ചുകൊണ്ടാണല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നത്, അല്ലേ? നിങ്ങൾ ഭരണപക്ഷത്തായതും അങ്ങനെയല്ലേ? മുൻ ഗവൺമെന്റിന്റെ കുഴപ്പമൊന്നും നിങ്ങൾ അവകാശപ്പെട്ട് നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പം കുറെ മാധ്യമങ്ങൾ തുള്ളിച്ചാടാൻ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ആ പ്രവർത്തനങ്ങൾ, ആ മുൻ ഗവൺമെന്റ് ചെയ്ത തെറ്റുകൾ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ തിരുത്താൻ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കസേരക്കറി ഇരിക്കുന്നത്? അവരെക്കാൾ എന്ത് അധിക യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഒന്നുമില്ലല്ലോ. അവർ ചെയ്ത അത്രയും പോലും നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ് ഇപ്പോ. എന്നിട്ട് അത് വീണ്ടും ചർച്ചയ്ക്ക് വിധേയമായാൽ അടുത്ത ഒരു പിടിവള്ളിയായിട്ട് പിടിക്കുന്നത്, ഞങ്ങളിതാ 2 മാസമല്ലേ ആയിട്ടുള്ളൂ. 2 മാസം എന്നുള്ളതല്ല, 2 മണിക്കൂറാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മദ്യ ഫയൽ നീങ്ങാൻ 2 മണിക്കൂറാണല്ലോ ആകെ എടുത്തത് നികുതി ഇളവിന്. അപ്പൊ ശരവേഗമായിരുന്നല്ലോ ഫയലിലെ ഓടിയ ഓട്ടം. എന്തായിരുന്നു ആ വേഗത? പിന്നീട് ഒന്നിനും കണ്ടയില്ലല്ലോ. സുധീരൻ വന്ന് പറഞ്ഞു, സമുദായ നേതാക്കൾ വന്ന് പറഞ്ഞു, സമസ്ത പറഞ്ഞു, എന്നിട്ടൊന്നും ഒരു മാറ്റവും കണ്ടില്ലല്ലോ. ആ വേഗത മറ്റൊന്നിനും കണ്ടില്ലല്ലോ റജി. അപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്ന എല്ലാത്തിനും മുൻ ഗവൺമെന്റിനെ വിമർശിച്ചാൽ അത് എളുപ്പത്തിൽ വിറ്റ് പോവില്ല, അത് എടുക്കാച്ചരക്കായി മാറും എന്നുള്ളത് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത് അവരോട് പറഞ്ഞു തരാൻ പറയണം. എപ്പോഴും എനിക്കിത് പോയി പറയാൻ പറ്റില്ല, മുൻ ഗവൺമെന്റ് കുഴപ്പം. പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് എനിക്ക് തരണം ക്യാപ്സ്യൂളായിട്ട്, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പാടാണ്. എപ്പോഴും മുൻ ഗവൺമെന്റിനെ പറഞ്ഞിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുന്നത് ജനങ്ങൾ അംഗീകരിക്കുമോ? ഇപ്പോ പിന്നെ ഈ 10,000 കോടി ടാറ്റയെ പോലെ അന്തർദേശീയ തലത്തിൽ വളരെ വലിയ റെപ്യൂട്ടേഷനുള്ള ഒരു പ്രസ്ഥാനം പരസ്യമായി ഇന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. കേരള മുഖ്യമന്ത്രിയുമായി തങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല, വാക്കാലും അല്ലാതെയും ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല, തങ്ങൾ കപ്പൽ നിർമ്മാണത്തിന് തീരുമാനിച്ചിട്ടുമില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ടാറ്റാസിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ. അത് അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങളുടെ നേതാവായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവിടെയാണ് പ്രശ്നം. അത് നിങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിനെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ ഇടവന്നു? ടാറ്റാസ് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട്? അതിന് മറുപടി വേണ്ടേ? പിന്നെ മറ്റൊന്ന്, നിങ്ങൾ ഏറ്റവും മികവേറിയ പ്രശ്നമായിട്ട്, കാര്യമായിട്ട് അവകാശവാദമായി പറയുന്ന ഏതാണ്? പ്രിയദർശിനി ബസ് സർവീസ്. അത് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞല്ലോ, സ്ത്രീ സുരക്ഷാ പദ്ധതി 300 കോടിയുടെ ടോട്ടൽ ഔട്ട്ലേ ഉള്ള പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. 1000 രൂപ വെച്ച് 32 ലക്ഷം സ്ത്രീകൾ കൊടുക്കുന്ന പദ്ധതി. അത് അവസാനിപ്പിച്ചതിന് ബദലായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് എത്രയാണ് ചിലവ്? 90 കോടി രൂപ ഇയർലി ഔട്ട്ലേ. ബാക്കി 210 കോടി രൂപ നിങ്ങൾ അങ്ങോട്ടാണ് അടിച്ചു മാറ്റിയെന്നുള്ള കേരളത്തിന് അറിയാൻ വയ്യ. എപ്പോഴും 300 കോടി രൂപയുടെ പദ്ധതി നിങ്ങൾ അവസാനിപ്പിക്കല്ല, അബോർട്ട് ചെയ്യുക ചെയ്തത്. അങ്ങനെ തന്നെ പറയണം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അതാണല്ലോ ശരിയായ പ്രയോഗവും. നിങ്ങൾ സ്ത്രീ സുരക്ഷാ പദ്ധതി അബോർട്ട് ചെയ്തവരാണ്. അവർക്ക് കിട്ടുമായിരുന്ന ആ ഒരു ചെറിയ സഹായമെങ്കിലും ഇല്ലാതാക്കിയവരാണ്. അതിനെ ഭ്രൂണത്തിനെ നശിപ്പിച്ചു കളഞ്ഞു. അതാണല്ലോ ഗർഭഛിദ്രം എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ശരിയായ പ്രയോഗം ഭ്രൂണത്തിനെ അതിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതല്ലേ ആ പദ്ധതിയെ. അങ്ങനെ നശിപ്പിച്ചവരുടെ പേരാണ് UDF എന്ന കാലം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ. എന്നിട്ടാണ് നിങ്ങൾ ഈ പദ്ധതി കൊണ്ട് വരുന്നത്. ഏത്? പ്രിയദർശിനി. 90 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുക, ബാക്കി 210 കോടി രൂപ എങ്ങോട്ടോ അടിച്ചു മാറ്റുക. ഇതല്ലേ പരിപാടി?
ഒരു 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 വെൽഫെയർ സ്കീം, ഒരു ക്ഷേമ പദ്ധതി എന്തുകൊണ്ട് നിർത്തലാക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ ബാധ്യത, ഉത്തരവാദിത്വമല്ല ഞാൻ പറയുന്നത്, സാമാന്യ ബാധ്യത ഒരു ഗവൺമെന്റിനുണ്ടെന്ന് റജി മനസ്സിലാക്കണം. ആ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ സഹയാത്രികനായ, നയിക്കുന്ന പാർട്ടിയുടെ സഹയാത്രികനായ താങ്കൾക്കും ആ ബാധ്യതയിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വെൽഫെയർ സ്കീം അവസാനിപ്പിച്ചത്, എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് വ്യക്തമാക്കണമെന്നേ. ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തൊഴിൽ മന്ത്രി പറയുന്നുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നുണ്ടോ? വനിതാ വികസന വകുപ്പ് മന്ത്രി പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. എന്നിട്ട് ചർച്ചകളിലെല്ലാം പ്രിയദർശിനി പ്രിയദർശിനി എന്ന് മാത്രം പറഞ്ഞാൽ അടുപ്പിൽ അരി വേവുകയോ? ഇല്ലല്ലോ. അവർക്ക് യാത്ര ചെയ്യാൻ പറ്റും, ബാക്കി കാര്യങ്ങൾക്കോ? അതിന് അവർക്കൊരു കൈത്താങ്ങായ പദ്ധതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതി. ആ പദ്ധതി എന്തിനാണ് നിങ്ങൾ അവസാനിപ്പിച്ചത് എന്ന് പറയാനുള്ള ബാധ്യതയിൽ നിന്ന് UDF സർക്കാരിനോ അതിന്റെ വക്താക്കൾക്കോ പ്രയോക്താക്കൾക്കോ ഒരു കാരണവശാലും ഒരു നിലയ്ക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ചർച്ചയിൽ. നിങ്ങളൊരു പദ്ധതി നിർത്തുമ്പോൾ എന്തുകൊണ്ട് നിർത്തുന്നു എന്ന് പറയണ്ടേ? കാരുണ്യ സുരക്ഷ, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇന്ന കാരണം കൊണ്ട് നിർത്തുന്നു. ലൈഫ് മിഷൻ ഞങ്ങൾ നിർത്തും. നിങ്ങൾ നേരത്തെ പറഞ്ഞാണ് പല ഘട്ടങ്ങളിലും എല്ലാ പദ്ധതികളും ഞങ്ങൾ നിർത്തും. വെറുതെ അങ്ങ് പറയുകയാണ് ലൈഫ് മിഷൻ നിർത്തും, ആർദ്ര മിഷൻ നിർത്തും, എല്ലാം നിർത്തും. കൂടുതൽ സമയം വേണ്ട. ബജറ്റിന്റെ 40% പഞ്ചായത്തുകൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് LDF നിലപാട്. പക്ഷേ 27% വരെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതിൽ നിന്ന് തട്ടിപ്പറഞ്ഞു ഈ ഗവൺമെന്റ് ഇപ്പൊ വന്നപ്പോ. 27% കഴിഞ്ഞ് LDF സർക്കാർ കൊടുത്തു, അവസാനം ലാസ്റ്റ് ലാപ്പ് വരെ. ഇപ്പോ അതിൽ നിന്ന് കൊടുത്ത് പഞ്ചായത്തുകൾക്ക് പ്രവർത്തിക്കാൻ പണമില്ല എന്ന് റജിക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവില്ലേ തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്ഥിതി? എങ്ങനെ പ്രവർത്തിക്കുക സ്ഥാപനങ്ങൾ? 27% കൊടുക്കാവുന്ന UDF കൂടെ ചേർന്ന് കൈയടിച്ച് പാസ്സാക്കിയാണ് നിയമസഭ നിയമം കൊണ്ടുവന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം 27 വരെ എത്തിക്കാനേ കഴിഞ്ഞ ഗവൺമെന്റിന് കഴിഞ്ഞുള്ളൂ. നിങ്ങൾ അതിൽ നിന്നും കൈയിട്ട് വാരുകയാണ്.